السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും فإنه أجدر ألا تزدروا نعمة الله عليكم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളിൽ താഴെയുള്ളവരിലേക്ക്, നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കിൻ. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങളിലേക്കും മുകളിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കരുത്. അതിന്റെ കാരണമായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തിനെ വില കുറഞ്ഞു കാണാതിരിക്കാൻ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളെക്കാൾ താഴെയുള്ള ആളുകളിലേക്ക് നോക്കുമ്പോൾ, നമ്മളെക്കാൾ ചെറിയ വീടുള്ള, നമ്മളെക്കാൾ ചെറിയ വാഹനമുള്ള, നമ്മളെക്കാൾ ചെറിയ ജോലിയുള്ള, നമ്മളെക്കാൾ നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറഞ്ഞ ആളുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് കിട്ടിയ നിഅമത്തുകളെ നമ്മൾ വിലമതിക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തെല്ലാം നിഅമത്തുകൾ തന്നിട്ടുണ്ടോ അതിനൊക്കെ വിലമതിക്കാൻ അത് കാരണമായിത്തീരും. അത് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിനും ഒരു ആശ്വാസം ലഭിക്കാൻ അത് കാരണമായിത്തീരും. എന്നാൽ മറ്റൊരാൾക്ക്, നമ്മളെക്കാൾ മേലെയുള്ള മറ്റൊരാളിലേക്ക് നമ്മൾ നോക്കുകയാണ് എങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ അത് മുഖാന്തരം ഉണ്ടാകുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. ഒന്നാമത്തെ പ്രയാസം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നമുക്കൊരു വില ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് നല്ല ജോലി നൽകിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നല്ല വീട് നൽകിയിട്ടുണ്ടാവും, നല്ല കുടുംബം നൽകിയിട്ടുണ്ടാവും. ഇതിനെ സംബന്ധിച്ചൊന്നും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഒരു വിലയും ഉണ്ടാവില്ല നമ്മളെക്കാൾ മുകളിലുള്ള ആളുകളിലേക്ക് നോക്കുമ്പോൾ. മാത്രമല്ല, രണ്ടാമത്തെ പ്രശ്നം, നമ്മളെക്കാൾ മുകളിലുള്ള ആളുകളിലേക്ക് നോക്കുമ്പോൾ അവരുടെ കൂടെ എത്താൻ, അല്ലെങ്കിൽ അവരൊപ്പം എത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഈ ദുനിയാവിന്റെ ആയുസ് തീരുന്നത്ര കാലം നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യില്ല, ആഖിറത്തിന് വേണ്ടി ഒന്നും ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. മൂന്നാമത്തെ ഒരു പ്രശ്നം പണ്ഡിതന്മാർ വിശദീകരിച്ചത് എന്താണെന്ന് വെച്ചാൽ, മുകളിലുള്ള ആളുകളിലേക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എത്താനും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അവരോട് വല്ലാത്ത ഒരു അസൂയയും അമർഷവും ദേഷ്യവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കെതിരിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുമ്പോൾ നമ്മളത് ചെയ്യും. അപ്പൊ ആ രൂപത്തിലായിരിക്കും എന്തുണ്ടാവുക, മുകളിലേക്കുള്ള ആളുകളിലേക്ക് നോക്കിയാൽ ഉണ്ടാവുക എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയ തത്വത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.